സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലി മലർക്കിളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരേവര് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത മർഡർ പ്രതിയുടെ മകളാണ്. ആ എന്താ അയാളെ കോടതി കൊണ്ടുവന്ന കാര്യം? പേപ്പേഴ്സ് ഒക്കെ റെഡിയല്ലേ? റെഡിയാണ് സാർ, ഇപ്പൊ തന്നെ കൊണ്ടുവന്നു. അതെ, സെന്റിമെന്റ്സ് ഒന്നും ഇവിടെ വേണ്ട. കോടതി പോകുന്ന നേരമായി. മാറി കൊണ്ടുവേണം. ഏയ് ഒന്ന് ഗോവിന്ദ മാഷ്. അതെ,
മാഷ്ക്ക് എന്നെ മനസ്സിലായോ? ഞാൻ മാഷിന്റെ സ്റ്റുഡന്റാ. നെടുമങ്കാവ് ഹൈസ്കൂളിൽ 5 വർഷം മാഷിനെ മലയാളം പഠിപ്പിച്ചിരുന്നു. ഓ നന്ദഗോപൻ, ഞാനിപ്പോ ഓർക്കുന്നു. സാർ എന്റെ അച്ഛൻ നിരപരാധിയാ. സാർ ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കണം. കേസ് ചാർജ് ചെയ്ത സ്ഥിതിക്ക് കോടതിയിൽ ഹാജരാക്കാതെ നിവൃത്തിയില്ല. വിഷമിക്കണ്ട, സത്യാവസ്ഥ എന്താണെന്ന് കോടതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം. ഇതൊരു യൂഷ്വൽ പ്രൊസീജിയറാ. മാഷ് ഒന്നുകൊണ്ടും പരിഭ്രമിക്കണ്ട, ബാക്കിയൊക്കെ ഞാൻ നോക്കണം. ഇവരോടൊപ്പം പോയിക്കൊള്ളൂ. ആ, താൻ ഇവിടെ ചെല്ല. ഓക്കെ സാർ. അഡ്വക്കേറ്റ്സിനെ ആരെയും കണ്ടില്ലേ? ഇല്ല സർ. എന്റെ കോളേജ് മേറ്റ് ഒരു ഫിലിപ്പ് ചെറിയാനുണ്ട്, ക്രിമിനൽ ലോയറാ. നിങ്ങൾ പോയി അദ്ദേഹത്തെ കണ്ടോളൂ. ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. ബാക്കിയൊക്കെ അദ്ദേഹം ചെയ്തോളൂ. താങ്ക് യു സർ. ഇരിക്കൂ. നന്ദഗോപാൽ എന്നെ വിളിച്ചിരുന്നു. സംഗതികളൊക്കെ നന്ദൻ പറഞ്ഞു. സർ, എന്റെ അച്ഛൻ നിരപരാധിയാണ് സർ. അച്ഛനെ വല്ലാതെ ഉപദ്രവിച്ചപ്പോ ആത്മരക്ഷയ്ക്ക് വേണ്ടി അയാളെ തള്ളി മാറ്റിയതാ. അതൊരു മരണത്തിലേക്ക്. സത്യവും യാഥാർത്ഥ്യവും രണ്ടാണ്. വഴിയിൽ കിടക്കുന്ന ഒരാളുടെ നെഞ്ചിൽ തറച്ചിരിക്കുന്ന കഠാര ആ വഴി വരുന്ന മറ്റൊരാൾ കണ്ട് അത് വലിച്ചൂരുമ്പോഴായിരിക്കും വേറൊരാൾ അത് കാണുന്നത്. അപ്പോൾ അയാളുടെ കണ്ണില് കഠാര വലിച്ചൂരുന്നയാള് കൊലപാതകയായി മാറുന്നു. ഇതാണ് സത്യവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണിയുടെ അച്ഛൻ നിയമപരമായി കുറ്റവാളി തന്നെയാണ്. അത് നമുക്ക് നിഷേധിക്കാനാവില്ല. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്, പരമാർത്ഥങ്ങളല്ല. എന്തായാലും നമുക്ക് ആദ്യം കീഴ്ക്കോടതിയിൽ ഒരു ജാമ്യത്തിന് അപേക്ഷിക്കാം. പിന്നെ ഇപ്പോഴത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ കണിശക്കാരനാണ്. ഒരു ഇൻഫ്ലുവൻസും അയാളുടെ അടുത്ത് നടക്കില്ല. മർഡർ കേസ് ആയതുകൊണ്ട് ജാമ്യം അപേക്ഷിക്കുമ്പോൾ അയാൾ മാക്സിമം ഒബ്ജക്റ്റ് ചെയ്യും. അയ്യോ സാർ, അപ്പോ അച്ഛന് ജാമ്യം കിട്ടില്ലെന്നാണോ പറയുന്നത്? പബ്ലിക് പ്രോസിക്യൂട്ടർ എങ്ങനെ ഒബ്ജക്റ്റ് ചെയ്താലും വീണ്ടും ബെയിലിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് വേറെ സോഴ്സസ് ഉണ്ട്. അതിനു വേണ്ട ലൂപ്പ് ഹോളൊക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്തായാലും നിങ്ങളുടെ അച്ഛനെ ആദ്യം ജാമ്യത്തിലിറക്കാൻ നോക്കാം, എന്നിട്ടാവും ബാക്കി പ്രൊസീഡിങ്സ്. എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും. താൻ വിഷമിക്കാതിരിക്കൂ. എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തുതരാം. പ്രത്യേകിച്ച് CA നന്ദൻ പറഞ്ഞ കാര്യമാകുമ്പോൾ അതിൻ്റെ ആ സീരിയസ്നെസ് എനിക്ക് നന്നായിട്ടറിയാം. താൻ ധൈര്യമായിട്ടിരുന്നോളൂ. ഹലോ, എനിക്കുള്ള ഫീസിനാണ് ബാഗ് തുറക്കുന്നതെങ്കിൽ അത് വേണ്ട. എല്ലാം നന്ദൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം തൻ്റെ അച്ഛനെ നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന് നോക്കാം, എന്നിട്ടാവും ബാക്കിയൊക്കെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ. എല്ലാം നീ അറിഞ്ഞില്ലേ കുഞ്ഞലക്ഷ്മി? ഹരി പറഞ്ഞു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അനന്ത മരിച്ചു എന്ന് കേൾക്കുമ്പോ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. പക്ഷേ അത് ഗോവിന്ദമാഷ്ക്ക് പറ്റിയ കയ്യബദ്ധാന്ന് അറിഞ്ഞപ്പോഴാ. എന്റെ ഗോവിന്ദൻ ഒരിക്കലും വേണമെന്ന് വെച്ച് അങ്ങനെ ചെയ്യില്ല. പക്ഷെ എന്നിട്ടും ഇപ്പൊ ആ ഒരു പേരോടി അവന് കേൾക്കേണ്ടി വന്നില്ലേ? ഒക്കെ ഓരോരോ വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. അല്ലാതെ ഇങ്ങനൊരു വിധി എന്റെ ഗോവിന്ദന് വേണമായിരുന്നു. ഇനി എന്തൊക്കെ ശിക്ഷയാണാവോ അവന് കിട്ടാൻ പോകുന്നത്? എന്റെ ഈശ്വര.
മാഷക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചേച്ചി സമാധാനായിട്ടിരിക്കെ. നാടുപേക്ഷിച്ച് അവൻ ഇവിടെ വന്നപ്പോ എനിക്കൊരു തുണയുണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പോ ചേച്ചി ഇങ്ങനെ സങ്കടപ്പെട്ട പിന്നെ വേണിയുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തു പറഞ്ഞാൽ നമ്മൾ അവളെ ഒന്ന് സമാധാനിപ്പിക്കുക? അതന്നെയാണ് എന്റെയും വേദന. പാവം, അവളെ കുറിച്ച് ഓർക്കുമ്പോ സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഗോവിന്ദൻ മാഷയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. അനന്തന്റെ മരണം ഈ നാട്ടിൽ ആർക്കും ഒരു നടുക്കം ഉണ്ടാക്കിയിട്ടില്ല. എല്ലാവർക്കും ആശ്വാസ, ഒരു ശല്യം ഒഴിഞ്ഞതിന്റെ ആശ്വാസം. പക്ഷേ ആ ദുഷ്ടന്റെ മരണത്തിന് കാരണം ഗോവിന്ദ മാഷാണെന്ന് പറയുമ്പോൾ ആൾക്കാർക്കത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നമുക്ക് പോലും കഴിയുന്നില്ല, പിന്നെയുണ്ടോ മറ്റുള്ളവരുടെ കാര്യം? ഞാൻ പിന്നെ എല്ലാ ദുഃഖങ്ങളും സ്വയം ഉള്ളിലൊതുക്കും. അമ്മയുടെ അവസ്ഥയെ കഷ്ടം. നന്ദിനിയെ കാണാതായപ്പോ കിടന്ന കിടപ്പ. അതിനു പുറമെ അച്ഛന്റെ കാര്യം അതോടെ മുഴുവനായി. എന്തായാലും മാഷയ്ക്ക് വേണ്ടി വാദിക്കാൻ നല്ലൊരു വക്കീലിനെ കണ്ടുവല്ലോ. ഇനിയിപ്പോ കോർട്ടിലെ കാര്യങ്ങൾ അദ്ദേഹം വേഗം പ്രൊസീഡ് ചെയ്തോളും. പിന്നെ CI നന്ദഗോപാലിന്റെ സഹായങ്ങളും മാഷിന്റെ കാര്യത്തിലുണ്ടാവുമല്ലോ. ആരുടെയൊക്കെ സഹായം ഉണ്ടായാലും നിയമത്തിന്റെ മുന്നിൽ എന്റെ അച്ഛൻ കൊലപാതകയല്ലേ. എനിക്ക് തോന്നുന്നില്ല എന്റെ അച്ഛനെ രക്ഷിക്കാൻ ആർക്കും കഴിയുമെന്ന്. താൻ ഇങ്ങനെ വറീഡായാലോ? എന്തിനുമില്ലൊരു പോംവഴി. നന്ദിനിയുടെ പ്രശ്നങ്ങൾക്കിടയ്ക്ക് അച്ഛന്റെ ഈ സംഭവം, പിന്നെ അതായി മനസ്സിൽ. നന്ദിനിയെ കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയില്ല മാഷേ. നമുക്ക് ഇക്കാര്യം CI നന്ദഗോപാൽ സാറിനോടൊന്ന് സൂചിപ്പിച്ചാലോ? അതൊരു നല്ല കാര്യമാണ്. ഞാൻ പോയി കണ്ടോളാം നന്ദൻ സാറിനെ. എല്ലാറ്റിനും താനിങ്ങനെ ഓടി നടക്കണ്ട. നന്ദിനിയുടെ കാര്യത്തില് ഉടനെ എന്തെങ്കിലും ഒരു ആക്ഷൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് നടക്കുന്ന വല്ല ദുരന്തമായിരിക്കും മാഷേ. ആവശ്യമില്ലാത്തൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ CI നന്ദനെ കണ്ടോളാം. താൻ ധൈര്യമായിട്ടിരിക്കേ. നന്ദിനിക്ക് ഒരാപത്തും സംഭവിക്കില്ല. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. ആരെന്ത് ഉപകാരം ചെയ്താലും അതിന് തിരിച്ച് നന്ദി കാണിക്കുന്ന കൂട്ടത്തിലാ ഈ ഗൗരിശങ്കർ. ഞാനായിട്ട് ഒരിക്കലും കഴിയൊഴിയുന്ന പ്രശ്നമില്ല. സ്വയം അങ്ങ് ഒഴിഞ്ഞു പോയേക്കണം. അതാ എന്റെ പോളിസി. ചുരുക്കി പറഞ്ഞ നന്ദിനിയുടെ ചാപ്റ്റർ അളിയൻ ക്ലോസ് ചെയ്യാൻ പോകുന്ന അർത്ഥം. ചുമ്മാ ഇരിടാ. പെമ്പിള്ളേരുടെ കണ്ണീര് കാണാനേ എനിക്ക് ഭയങ്കര വിഷമാ. വേണ്ടി വന്ന കല്യാണം കഴിക്കാമെന്ന് വരെ വാക്ക് കൊടുത്തിട്ടേ ഞാൻ ആരെയും പറഞ്ഞു വിടാറുള്ളൂ. മോഹന വാഗ്ദാനങ്ങൾ നൽകാനേ പണ്ടേ നീ മിടുക്കനാണല്ലോ. അത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അഡ്രസ് വെളിയിൽ വരരുതല്ലോ. ഏത് കൊലകൊമ്പം ചെന്ന് ചോദിച്ചാലും എന്റെ പേര് ഇനി അവള് പുറത്ത് പറയില്ല. അങ്ങനെയായിരുന്നു അതിന്റെ ഒരു ട്രീറ്റ്മെന്റ്. വളച്ചെടുക്കാൻ എന്തൊരു പാടായിരുന്നു. വളഞ്ഞു കഴിഞ്ഞപ്പോഴോ പിന്നെ മേലെന്ന് പോവാനാ പാട്. എനിക്ക് വേണ്ടി ചാവാൻ വരെ തയ്യാറാന്നാ പാവം പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു ഒടുക്കം സംഗതികൾ അവിടം വരെ എത്തിക്കോ? കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയാതടാ. അഥവാ ഇനിയിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നാ പിന്നെ കല്യാണം കഴിച്ചോളാന്നാ എന്റെ സമ്മതപത്രം. കല്യാണം നമുക്കൊരു വിഷയമല്ലല്ലോ. അതെ, വേണ്ടി വന്ന അതിനും ഈ ഗൗരി റെഡി. പക്ഷേ ഇരു ചെവി അറിയാതെ ഗാന്ധർവ വിധി പ്രകാരം ഊട്ടിയിലോ കൊടൈക്കനാലിലോ വല്ല ഹോട്ടൽ മുറിയിലും ആയിരിക്കുമെന്ന് മാത്രം. പിന്നെ ഗദ്ഗതത്തോടെ ചില സെന്റിമെന്റ്സ്. നമുക്കൊന്ന് പിടിച്ചു നിൽക്കുന്നത് വരെ സ്വന്തം വീടുകളിൽ കഴിയാമെന്നും വീട്ടുപടിക്കലെത്തിയാൽ താലി ഊരി ബാഗിൽ വെക്കണമെന്നും ഒരു നിക്കക്കളി ഉണ്ടാകുന്നത് വരെ ആ ഡ്രാമ തുടരണമെന്നും വിതുമ്പിക്കൊണ്ടൊരു ഉപദേശം. അത്ര വരെയൊന്നും സംഗതികൾ എത്തിക്കാറില്ല. പിന്നെ നന്ദിനിയുടെ കാര്യത്തിൽ തീരെ നിവൃത്തിയില്ലാത്ത പക്ഷം ചെറിയൊരു വിട്ടുവീഴ്ച. ഈ അഡ്രസ് വെച്ച് പയ്യനെ ഞങ്ങൾ ഫോളോ ചെയ്തോളാം. വേണി ഗൗരീശങ്കറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ പറഞ്ഞത് നന്ദിനിയുടെ കാര്യത്തിൽ അവനൊരു പങ്കുമില്ലെന്നാ. പക്ഷേ അവനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ലെന്നാ വേണി പറയുന്നത്. നന്ദിനി എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ഹരി. ആ ചെറുക്കനെ ഒന്ന് പൊക്കെ അറിയാൻ കഴിയും അവൾ എവിടെ ഉണ്ടെന്ന്.
വേണി ചെന്ന് ചോദിച്ച പോലെ ഒന്നും അല്ല ഞങ്ങളുടെ വഴി. അതിന് ചില ചില്ലറ പ്രയോഗമൊക്കെ ഉണ്ട്. തത്ത പറയുന്ന പോലെ ഞങ്ങൾ പറയിപ്പിച്ചോളാം. എന്തായാലും പറഞ്ഞു കേട്ടിടത്തോളം ആ പെൺകുട്ടി അത്ര മോശക്കാരിയൊന്നുമല്ല. കാമുവിനോടൊപ്പം ദിവസവും ബൈക്കിൽ കറങ്ങി നടക്കുന്നവളല്ലേ. ആ, കയ്യിലൊന്ന് കിട്ടിക്കോട്ടെ. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ആ കുടുംബത്തെ. നന്ദിനിയുടെ പ്രശ്നത്തിൽ വേണിയുടെ മനസ്സാകെ തകർന്നിരിക്കുമ്പോഴാണ് മാഷക്ക് ഇത് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ വേണി ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്. വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. മാഷിനെ ഓർത്ത് വറീഡാവണ്ടെന്ന് വേണിയോട് പറഞ്ഞേക്കും. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ വളരെ കെയർഫുള്ളാണ്. ആ കുട്ടിയോട് ധൈര്യമായിട്ടിരിക്കാൻ പറയും. പിന്നെ ഇതിന്റെ കാര്യം 2 ദിവസത്തിനകം അറിയിക്കാം. ആ, പോട്ടെ. ശരി. അറിയാത്ത അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോഴാ അന്ന് അവർ നാട്ടിൽ നിന്ന് പോന്നത്. ഇവിടെ വന്നിട്ടിപ്പോ ഇതും കൂടി അനുഭവിക്കേണ്ടി വന്നില്ലേ? ഇങ്ങനെ കഷ്ടപ്പെടുത്താനും കണ്ണീര് കുടിപ്പിക്കാനും എന്ത് തെറ്റാ ആ പാവങ്ങൾ ചെയ്തേ? വല്ലാത്തൊരു വിധി തന്നെയാ. മനസ്സുകൊണ്ട് പോലും ആരെയും നോവിക്കാൻ കഴിയാത്ത ഗോവിന്ദ മാഷക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയുമ്പോൾ അത് ആലോചിക്കാൻ പോലും വയ്യ. പാവം വേണി. അതിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ സങ്കടം. അച്ഛനൊരു കൊലപാതകയാണെന്ന് പറയുമ്പോ ഏത് മക്കൾക്കാ അത് സഹിക്കാൻ കഴിയുക? അമ്മയില്ലാത്ത കുട്ടിയല്ലേ അത്. അച്ഛനും കൂടി ഇങ്ങനെ ആവുമ്പോ ഇനിയിപ്പോ ആരാ അതിനൊരാശ്രയം? ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തല്ലോ മാഷ്. മാഷിന് ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ. നിരപരാധിയാണെന്ന് പറഞ്ഞ് കോടതി അദ്ദേഹത്തെ വെറുതെ വിടും. അല്ലെങ്കിൽ പിന്നെ ദൈവം എന്ന് പറഞ്ഞൊരാൾ മുകളിലില്ല. വേണിക്ക് ആരുമില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. ഇപ്പോ ഇന്ദുവിൻ്റെ അമ്മയില്ലേ, പിന്നെ നമ്മളൊക്കെ ഇല്ലേ ഇവിടെ. ആരൊക്കെ ഉണ്ടായാലും സ്വന്തം അച്ഛനെന്ന് പറഞ്ഞ അതിൻ്റെ ഒരു മഹത്വവും ആ ഒരു ബലവും അതിനോളം വലുതായി വേറൊന്നും വരില്ല. ശരിയാ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. പക്ഷേ അത് നഷ്ടപ്പെടുമ്പോഴാ അതിന്റെ വേദന മനസ്സിലാവുക. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം സത്യമായി ഞാൻ കൊന്നതല്ല. ഞങ്ങൾ തമ്മിൽ കശപിശ ഉണ്ടായി എന്നുള്ള നേരാ. എന്നെ വല്ലാതെ ദ്രോഹിച്ചപ്പോ അവനെ ഞാൻ പിടിവലിക്കിടയിൽ താഴേക്ക് തള്ളിയിട്ടു. അത് സത്യ. പക്ഷെ അവനെ കൊന്നെന്ന് മാത്രം പറയരുത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അയ്യോ പ്ലീസ് പ്ലീസ് സാർ, എന്റെ അച്ഛനെ കൊണ്ടുവല്ലേ പ്ലീസ് സാർ, പ്ലീസ്. അച്ഛാ, അയ്യോ സാർ പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുവല്ലേ സാർ, പ്ലീസ് എന്റെ അച്ഛനെ കൊണ്ടുവല്ലേ സാർ. അയ്യോ പ്ലീസ് സാർ, പ്ലീസ് അച്ഛാ. അച്ഛാ, മോളെ,
ദീപം 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 ദേ നന്ദിനി കുഞ്ഞമ്മ